ഹലോ, ഇന്ന് നമുക്ക് ഒരു ബട്ടർഫ്ലൈയുടെ കേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പിൽ നമ്മളെങ്ങനെയാണ് ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു റൗണ്ട് കേക്കാണ് ബേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു ബേസിലേക്ക് ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിരിച്ച് വെച്ച് വേണം സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആയില്ലേ. അപ്പോൾ ഇതിൻ്റെ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രംസ് ഒന്നും നമ്മളുടെ ക്രീമിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. നന്നായിട്ട് ടൈം എടുത്തിട്ട് വേണം ഇത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. ഒരു പിങ്ക് കളർ വേണമെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് ആദ്യമേ വൈറ്റ് ക്രീമിൽ ഫിനിഷ് ചെയ്ത് ആദ്യം എടുത്തു. നമുക്ക് ഈ കേക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മളതിൻ്റെ ടോപ്പിൽ കുറച്ച് പിങ്ക് കളറ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇത്ര ഡിസൈനേ കൊടുക്കുന്നുള്ളൂ. ഇതൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇത് ഫുൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഡിസൈൻ കൊടുക്കാം. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ആ സെയിം ഡാർക്ക് ക്രീമിൽ തന്നെ കുറച്ച് റോസും കൂടി മേക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ റോസ് മേക്ക് ചെയ്യുന്ന വീഡിയോ, വിപ്പിംഗ് ക്രീമിൽ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ അതൊന്ന് കാണണേ. അതിനുശേഷം നമ്മൾ കുറേ ഫ്ലവേഴ്സ് വെച്ചു. അതിനുശേഷം കുറച്ച് ലൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സും മേക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാനൊരു ലീഫിൻ്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അത് വൈറ്റ് ക്രീമിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ കേക്കിൻ്റെ താഴെ പോർഷനിൽ കുറച്ച് ഒരു ഡിസൈൻ, ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് സെയിം കളറിൽ തന്നെ. അതിനുശേഷം ജസ്റ്റ് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും കൂടി ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ക്രീം വെച്ച് തന്നെ. ഇതിലേക്ക് രണ്ട് ചെറിയ കമ്പി വെച്ച് രണ്ട് കൊമ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ്, ഗോൾഡൻ കളറിലെ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ബേസിൽ രണ്ട് ബട്ടർഫ്ലൈ ഫോണ്ടൻറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എൻ്റെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസുകളായിട്ട് അറിയിക്കാൻ വേണേ. താങ്ക് യു.